ഭാഷാഭേദമന്യേ പ്രേക്ഷക പ്രീതി നേടിയ മറ്റൊരു ഫ്രാഞ്ചൈസി ദൃശ്യം പോലെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ എന്നല്ല ലോകത്തെവിടെയുള്ള ഭാഷയിലേക്കും റീമേക്ക് ചെയ്യാൻ പറ്റുന്ന കഥാതന്തുവാണ് ചിത്രത്തിൻ്റേത്. അതുതന്നെയാണ് നിരവധി ഭാഷകളിലേക്കുള്ള റീമേക്കുകളുടെയും അവ നേടിയ വിജയങ്ങളുടെയും കാരണം. മെയ് 21 എത്താനിരിക്കുന്ന ദൃശ്യം 3-ാം ഭാഗത്തിനായി കാത്തിരിക്കുന്നവരിൽ മലയാളികൾ മാത്രമല്ല ഉള്ളത്. മലയാളത്തിനൊപ്പം അതേ ദിവസം തന്നെ ചിത്രത്തിന്റെ തമിഴ്, തെലുങ്ക്, കന്നഡ പതിപ്പുകളും പുറത്തിറങ്ങുന്നുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് സംബന്ധിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. ദൃശ്യം 3ക്ക് പ്രേക്ഷകർക്കിടയിലുള്ള കാത്തിരിപ്പ് എത്രയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്ക്. അണിയറക്കാർ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ചിത്രം നേടിയിരിക്കുന്നത് 10 കോടിയാണ്. റിലീസിന് ഇനിയും 7 ദിനങ്ങൾ ശേഷിക്കെയാണ് ഈ കളക്ഷൻ എന്നത് പ്രേക്ഷകർക്കിടയിലുള്ള ഹൈപ്പ് വ്യക്തമാക്കുന്നുണ്ട്. 10-ാം തീയതിയാണ് ചിത്രത്തിന്റെ കേരളത്തിലെ ബുക്കിംഗ് ആരംഭിച്ചത്. എന്നാൽ ലിമിറ്റഡ് സ്ക്രീനുകളിൽ മാത്രമാണ് ആദ്യം ബുക്കിംഗ് ആരംഭിച്ചത്. കേരളത്തിൽ ആരംഭിക്കുന്നതിന് മുൻപേ അപൂർവം വിദേശ മാർക്കറ്റുകളിലും ചിത്രം അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. അതേസമയം റിലീസ് ദിനത്തോടടുക്കുമ്പോൾ ബുക്കിംഗ് വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്. ചിത്രത്തിന്റെ ഫൈനൽ അഡ്വാൻസ് ബുക്കിംഗ് സംഖ്യ എത്രയായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇൻഡസ്ട്രി. ദൃശ്യത്തിൽ നിന്നും ദൃശ്യം 3-ലെത്തുമ്പോൾ പിന്നിട്ട കാലയളവിന്റെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ജിത്തു ജോസഫ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. അതേസമയം ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ വാങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിലൂടെ ആശീർവാദ് സിനിമാസിൽ 100 കോടി മുതൽ മുടക്കുന്നുമുണ്ട്. അതേസമയം ദൃശ്യം 3 മലയാളം പതിപ്പിന്റെ റൈറ്റ്സ് മാത്രമാണ് വിറ്റിരിക്കുന്നതെന്നും മറ്റ് ഭാഷകളുടെ റീമേക്ക് റൈറ്റ്സ് ഇപ്പോഴും ആശീർവാദിന് തന്നെയാണെന്നും ജിത്തു ജോസഫ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.